നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊട്ടിക്കയറിയ ആവേശ പ്രചരണങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് നിന്ന് നിശബ്ദ പ്രചരണം. വിട്ടുപോയ വോട്ടർമാരെയും മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട പാച്ചിലിൽ സജീവമായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 8 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സാമഗ്രികൾ വിതരണം ചെയ്തു. വോട്ടെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അക്രമ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്തുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്. 140 കമ്പനി കേന്ദ്ര സേനാംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും സുരക്ഷയ്ക്ക് രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണ കലാശക്കൊട്ടിനിടെ പട്ടാമ്പിയിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. LDF UDF പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇരുമുന്നണിയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. CCTV സ്പെഷ്യൽ സ്റ്റോറി. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴൽ. ആനകളുടെ പ്രധാന ആഹാരമായ പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വരുത്തിയ വീഴ്ചയാണ് 35 ആനകളുടെയും വയറൊട്ടാൻ കാരണമായത്. വാർത്തകൾ വിശദമായി. നിശബ്ദ പ്രചരണത്തിനൊടുവിൽ ജനം നാളെ വിധിയെഴുതും. കൊട്ടിക്കയറിയ ആവേശ പ്രചരണത്തിനൊടുവിൽ ഇന്ന് സംസ്ഥാനത്ത് നിശബ്ദ പ്രചരണം. വിട്ടുപോയ വോട്ടർമാരെയും മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. അക്രമ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. 140 കമ്പനി കേന്ദ്രസേന അംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പൂർത്തിയായി. രാവിലെ 8 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സാമഗ്രികൾ വിതരണം ചെയ്തു. എക്സിറ്റ് പോളുകൾക്ക് ഈ സമയം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളം നാളെയാണ് പോളിംഗ് ബൂത്തിലെത്തുക. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. അക്രമ സാധ്യത ഉണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ആളുകൾ കൂട്ടം കൂടരുത് എന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയ വിതരണ കേന്ദ്രത്തിൽ നിന്നാണ് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തിയത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ കടവല്ലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, ചൊവ്വന്നൂർ, കടങ്ങോട്, എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെയും കുന്നംകുളം നഗരസഭയിലെയുമായി 206 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. ശ്രീകൃഷ്ണ കോളേജിലെ ജൂബിലി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ വിതരണ കേന്ദ്രത്തിൽ കുന്നംകുളം മണ്ഡലത്തിലെ വരണാധികാരിയായ ജില്ലാ ലേബർ ഓഫീസർ ബബിതയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. EVM മെഷീൻ, VVPAT ഉൾപ്പെടെ 100ഓളം സാമഗ്രികളടങ്ങിയ കിറ്റുകളാണ് ഓരോ ബൂത്തിലേക്കും കൈമാറിയത്. തുടർന്ന് ഓരോ ബൂത്തുകളിലേക്കും നിശ്ചയിച്ച ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയ സാമഗ്രികളുമായി ചുമതലയുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാട് ചെയ്ത വാഹനങ്ങളിൽ യാത്ര തിരിച്ചു. വൻ പോലീസ് സംവിധാനമാണ് വിതരണ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അതീവ സുരക്ഷയിലാണ് വോട്ടിംഗ് മെഷീനുകളുടെയും മറ്റ് സാമഗ്രികളുടെയും വിതരണം നടന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് ഓഫീസർമാർക്കുള്ള തപാൽ വോട്ടിന് പകരം ഇത്തവണ അതത് ട്രെയിനിംഗ് കേന്ദ്രങ്ങളിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയിരുന്നു. എന്നാൽ പലർക്കും ബാലറ്റ് ലഭിക്കാത്തതിനാൽ വോട്ട് ചെയ്യുവാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായതായുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ബാലറ്റ് ലഭിക്കാത്തവരുടെ പരാതിക്ക് പരിഹാരം കാണാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ. ഗുരുവായൂർ മണ്ഡലത്തിലെ 21 സെക്ടറുകളിൽ 10 വില്ലേജുകളിലായി 232 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 8 മണിക്ക് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂളിൽ റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ വ്യവസായ ഓഫീസർ R ഷീബ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TR സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. EVM മെഷീൻ, VVPAT ഉൾപ്പെടെ 100ഓളം സാമഗ്രികളാണ് ഓരോ ബൂത്തിലേക്കും കൊണ്ടുപോയത്. തുടർന്ന് ഓരോ ബൂത്തുകളിലെ മെഷീനുകളും മറ്റ് പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റി
വാഹനങ്ങളിൽ അതത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോയി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തഹസിൽദാർ TR സംഗീത് പറഞ്ഞു. പോലീസ് സുരക്ഷയിലായിരുന്നു മെഷീനുകളുടെ വിതരണം. ഗുരുവായൂർ ACP V സുരേഷിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോളിംഗ് ഓഫീസർമാർക്കുള്ള തപാൽ വോട്ടിന് പകരം ഇത്തവണ അതത് ട്രെയിനിംഗ് സെന്ററുകളിലായിരുന്നു ഒരുക്കിയിരുന്നത്. എന്നാൽ പലർക്കും അറിയിപ്പ് ലഭിക്കാത്തതിനാൽ വോട്ട് ചെയ്യുവാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ പോളിംഗ് സ്ഥാനങ്ങളിലെ വിതരണങ്ങൾ രാവിലെ 8 മണിക്ക് ആരംഭിച്ചിട്ടുള്ളതും അതിന്റെ വിതരണം പുരോഗമിച്ച് വരുന്നതാണ്. നമുക്ക് 132 ബൂത്തിലേക്കുള്ള ജീവനക്കാരാണ് എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഒരുവിധം ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും വിതരണം നമ്മൾ പൂർത്തീകരിച്ച് അവരെ ഉച്ചയോടുകൂടി തന്നെ അതാത് പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണ കലാശക്കൊട്ടിനിടെ പട്ടാമ്പിയിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. LDF UDF പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇരു മുന്നണികളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണ കലാശക്കൊട്ടിലായിരുന്നു പട്ടാമ്പിയിൽ ഇരു മുന്നണികളും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായത്. UDFന്റെയും LDFന്റെയും പ്രചരണ റാലികൾ കടന്നുപോകുന്നതിനിടെയായിരുന്നു പ്രവർത്തകർ തമ്മിൽ ഉണ്ടും തള്ളും തുടർന്ന് കല്ലേറും നടന്നത്. പോലീസ് ലാത്തി വീശുകയും ചെയ്തു. 3 LDF പ്രവർത്തകർക്കും ഒരു UDF പ്രവർത്തകനും ഒരു പോലീസുകാരനും അക്രമ സംഭവങ്ങളിൽ പരിക്ക് പറ്റി. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. UDFന്റെ റാലി കൽപ്പക സ്ട്രീറ്റിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കും LDFന്റെ റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൽപ്പക സ്ട്രീറ്റിലേക്കുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷന് സമീപത്തെത്തിയപ്പോഴായിരുന്നു ഇരു മുന്നണികളുടെയും റാലികൾ മേലെ പട്ടാമ്പിയിലെത്തിയപ്പോഴായിരുന്നു സംഘർഷാവസ്ഥ ഉണ്ടായത്. തുടർന്ന് നേതാക്കളും പോലീസും ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ഇരു മുന്നണി നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും സന്ദർശിക്കുകയും ചെയ്തു. മണലൂർ നിയോജക മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം ചെയ്തു. 7 ഗ്രാമപഞ്ചായത്തുകളും ഗുരുവായൂർ നഗരസഭയുടെ ഒരു ഭാഗവും ഉൾപ്പെടുന്ന മണലൂർ നിയോജക മണ്ഡലത്തിലെ 235 ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് വിതരണം ചെയ്തത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 190 ബൂത്തുകൾ മാത്രമായിരുന്നെങ്കിൽ വോട്ടർമാരുടെ വർധനവും സൗകര്യവും കണക്കിലെടുത്താണ് പുനർനിശ്ചയിച്ചത്. ആകെ 2.15 ലക്ഷം വോട്ടർമാരാണ് മണലൂർ നിയോജക മണ്ഡലത്തിൽ ആകെ ഉള്ളത്. ഇതിൽ പകുതിയിലേറെയും സ്ത്രീ വോട്ടർമാരാണ്. ഇവരുടെ സൗകര്യം കണക്കിലെടുത്ത് 2 പിങ്ക് ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട്. ഓരോ ബൂത്തുകളിലേക്കും ആവശ്യമായ സാമഗ്രികൾ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. വരണാധികാരി S ശ്യാമലക്ഷ്മി, ഉപവരണാധികാരി CK ആഷിഖ്, ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർ സോളിയ ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. പോളിംഗ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയ സാമഗ്രികൾ വാഹനങ്ങളിൽ അതത് പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ തിരിച്ചു കൊണ്ടുവന്ന് പോലീസ് കാവലിൽ സൂക്ഷിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുന്നോടിയായി വൻ സുരക്ഷയൊരുക്കി ചാവക്കാട് പോലീസ്. ഗുരുവായൂർ ACP V സുരേഷ്, ചാവക്കാട് SHO NS രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ SIമാരും ASIമാരും ഉൾപ്പെടെ ചാവക്കാട് പോലീസ് 200-ൽ പരം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മഫ്തി പോലീസും പ്രശ്നങ്ങളുണ്ടായാൽ ഉടൻ നടപടിയെടുക്കുന്നതിനായി ആംഡ് ഫോഴ്സ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. 15 വാഹന പട്രോളിംഗ്, ബൈക്ക് പട്രോളിംഗ് എന്നിവ ഒരുക്കിയതായി ചാവക്കാട് SHO അറിയിച്ചു. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 ക്രിട്ടിക്കൽ ബൂത്തുകളാണ് ഉള്ളത്. പുത്തൻകടപ്പുറം, പുന്ന, കടപ്പുറം, എടക്കഴിയൂർ എന്നിവിടങ്ങളിലാണ് പ്രശ്നബാധിത ബൂത്തുകൾ. ഇവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണവും ഉണ്ടാകും. കേന്ദ്രസേന ഉൾപ്പെടെയുള്ള സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് സുഗമമായ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നതിന് പോലീസ് എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ചാവക്കാട് SHO പറഞ്ഞു. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 9497 987135 9497 980526 എന്നീ നമ്പറുകളിൽ അറിയിക്കണമെന്ന് SHO പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ KP വത്സൻ വധക്കേസിൽ പുനരന്വേഷണം നടത്തുമെന്ന് DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ പറഞ്ഞു. തന്റെ സഹോദരൻ മോഹനെ കൊലപ്പെടുത്തിയ കേസിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന് പങ്കുണ്ടെന്നും ഗോപപ്രതാപൻ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വത്സലൻ ആക്രമിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടെയാണ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് CPM പ്രവർത്തകർ എത്തിച്ചത്. വത്സലൻ കൊലപാതകത്തിന്റെ ഗുണഭോക്താവാണ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. 3 തവണ അദ്ദേഹം MLA ആയത് വത്സലന്റെ പേര് പറഞ്ഞാണ്.
NK അക്ബർ കഴിഞ്ഞ തവണയും ഇത്തവണയും വത്സലന്റെ പേര് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. വത്സലനെ CPM വോട്ട് തട്ടാനുള്ള വോട്ട് പെട്ടിയാക്കിയിരിക്കുകയാണ്. രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ CPM പൊട്ടിച്ചിരിക്കുകയാണ്. രക്തസാക്ഷികൾ ഉണ്ടായാൽ അട്ടഹസിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. CPM പൊട്ടിച്ചിരിക്കുകയാണ്. രക്തസാക്ഷിയുടെ ശരീരത്തിൽ രക്തപതാക പുതപ്പിക്കുമ്പോ ഉള്ളിൽ ഊറിച്ചിരിക്കുകയാണ് CPM. ഊറിച്ചിരിക്കുകയാണ് CPM. 70 ലക്ഷം രൂപയാണ് CPM വത്സലന്റെ പേര് പറഞ്ഞു പിരിച്ചത്. ഇതിൽ 30 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയത്. 6 ലക്ഷം രൂപ കേരളത്തിലെ മുഴുവൻ ചെയർമാൻമാര് പിരിച്ചു കൊടുത്തു. 6 ലക്ഷം രൂപ. ഇന്നത്തെ കണക്കിൽ അതില്ല. അന്ന് പത്രത്തിൽ വന്ന വാർത്ത 30 ലക്ഷം കൊടുത്തു എന്നാണ് അന്ന് പത്രത്തിൽ വന്ന വാർത്ത. വത്സലന്റെ മകൻ ഞങ്ങളോട് പറഞ്ഞത് എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് 75 ലക്ഷം രൂപയോളം പിരിച്ചു എന്നാണ്. വത്സലന്റെ മകൻ നിരഞ്ജന വീട് വെച്ച് നൽകാനോ ജോലി നൽകാനോ CPM തയ്യാറായിട്ടില്ല. അല്പമെങ്കിലും ഉള്ളിപ്പോ മാന്യതയും അന്തസ്സും ഉണ്ടെങ്കിൽ ആ നിരഞ്ജൻ ഒരു വീട് വെച്ച് കൊടുക്കാൻ, ആ നിരഞ്ജൻ ഒരു ജോലി കൊടുക്കാൻ ഈ അബ്ദുൽ ഖാദറും സംഘവും തയ്യാറാവണം. അല്ലാതെ നിരഞ്ജൻ വെളിപ്പെടുത്തുമ്പോ അതിന് വിറളിപ്പുണ്ട് UDFന്റെ നേതാക്കളെ കടന്നാക്രമിക്കലല്ല. CPM വേണ്ട രീതിയിൽ കേസ് നടത്താത്തതുകൊണ്ടാണ് പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടത്. വത്സലന്റെ കൊലപാതകം നടന്ന് 1.5 മാസമാകുമ്പോഴേക്കും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായി. എന്നിട്ടും ഈ കേസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും പുനരന്വേഷണം നടത്തിയില്ല. CPM പ്രവർത്തകർ തന്നെ പ്രതിസ്ഥാനത്ത് വരുമെന്നുള്ളതുകൊണ്ടാണിത്. ഈ ജാള്യത മറയ്ക്കാനാണ് CH റഷീദിനെ ഇതിൽ പങ്കുണ്ടെന്ന് LDF ആരോപിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഉയരാത്ത ആരോപണമാണിത്. വത്സലൻ കൊല്ലപ്പെടുമ്പോൾ മത്സരിച്ചിരുന്ന CH റഷീദാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി എന്നുള്ളതുകൊണ്ടാണ് ഈ ആരോപണം. വത്സലൻ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് എന്ന് അന്വേഷിക്കണം. അന്വേഷണം യഥാർത്ഥമായ രീതിയിൽ മുന്നോട്ടു പോയാൽ CPM പ്രവർത്തകർ പ്രതിസ്ഥാനത്താകും. ഇന്നത്തെ സൈബർ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ തന്റെ സഹോദരൻ മോഹനൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുൽ ഖാദർ പ്രതിയാകുമെന്നും ഗോപപ്രതാപൻ ആരോപിച്ചു. UDF നേതാക്കളായ KV ഷാനവാസ്, KP ഉദയൻ, അരവിന്ദൻ പല്ലത്ത്, RV അബ്ദുറഹിം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നൂർക്കുളം ചേറായി ഗവൺമെന്റ് UP സ്കൂളിലെത്തിയ പോളിംഗ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൂച്ചെണ്ടുകളും മധുരവും നൽകി സ്വീകരിച്ചു. തികച്ചും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പോളിംഗ് സ്റ്റേഷനുകൾ സ്കൂളിൽ സജ്ജീകരിച്ചത്. പോളിംഗ് ബൂത്തുകളിൽ നൽകുന്ന നിർദ്ദേശങ്ങളും മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുകളും അടങ്ങിയ പേപ്പറുകൾ ചുമരിൽ പശ തേച്ച് പതിക്കുന്നതിനു പകരം എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പിൻ ചെയ്ത് വെക്കാനുള്ള സൗകര്യമടക്കം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയിരുന്നു. പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാനായി ഓല കൊണ്ട് മടഞ്ഞ വല്ലവും വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിരുന്നു. 2 മണിയോടെ സ്കൂളിലെത്തിയ ക്രമസമാധാന പാലകർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൂച്ചെണ്ടുകളും എള്ളടങ്ങിയ മധുരവുണ്ടയും വിതരണം ചെയ്തുകൊണ്ടാണ് സ്വീകരിച്ചത്. പ്രധാന അധ്യാപകൻ KL മനോഹിത്, അധ്യാപകൻ ഷിബിൻ രാജ്, ഓഫീസ് സ്റ്റാഫ് സമീന, വിദ്യാർത്ഥികളായ മുഹമ്മദ് നാസിം, മുഹമ്മദ് സയാൻ, ഷിയാസ്, മുഹമ്മദ് ഹാദി, TM പ്രയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വോട്ടെടുപ്പ് ദിവസത്തിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളുമായി CCTV ന്യൂസ്. രാവിലെ പോളിംഗിന്റെ പ്രാദേശിക സ്പന്ദനങ്ങളുമായി 8:30 ആദ്യ വാർത്ത കാണാം. തുടർന്ന് 11:30 ഉച്ചയ്ക്ക് 1:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും വൈകിട്ട് 5 മണിക്കും രാത്രി 8 മണിക്കും വാർത്താ സംപ്രേഷണങ്ങൾ ഉണ്ടാകും. മറ്റു വാർത്തകൾ. ഡോക്ടറും വൈദികനുമായ ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകനും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടറുമാണ്. ആശുപത്രി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം ആലപ്പാട്ടച്ചൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, ജൂബിലി മിഷൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് സയൻസ് എന്നിവയുടെ സ്ഥാപക ഡയറക്ടറുമാണ്. തൃശൂർ അതിരൂപത വികാരി ജനറൽ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് പ്രസിഡന്റ്, സാന്ത്വനം ചെയർമാൻ, സത്സംഗ് രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ രക്തദാനം ജനകീയമാക്കിയ വൈദികൻ കൂടിയാണ്. കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകനാണ്. SSLC ബുക്കിൽ രക്തഗ്രൂപ്പ് നിർബന്ധമാക്കാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ്. മാനസിക ആരോഗ്യ ആശുപത്രിക്ക് വേണ്ടി കേരള ഹൈക്കോടതി നിയമിച്ച മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. തൃശൂർ ജില്ലാ ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ്, കൊരട്ടി ഗവൺമെന്റ് ലെപ്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്നിവയുടെ ഉപദേശക സമിതിയിലും അംഗമായിരുന്നു. പൂവിതൾ പൊഴിയുമ്പോൾ എന്ന രക്തദാന ഡോക്യുമെന്ററിയുടെയും TG രവി നായകനായി അഭിനയിച്ച ഓർമ്മകൾക്കപ്പുറം എന്ന ഷോർട്ട് ഫിലിമിന്റെയും സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അകലാട് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് സഹോദരങ്ങളായ 2 പേർക്ക് പരിക്ക്. മൊയ്തീൻപള്ളി സ്വദേശികളായ 21 വയസ്സുള്ള കൊട്ടിലിങ്ങൽ നിയാസ്, സഹോദരി 16 വയസ്സുള്ള നാജിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഇരുവരെയും അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധരുടെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. നേർച്ചകൂട്ടിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്റ്റിനോസിന്റെയും 108ാമത് സംയുക്ത തിരുനാളാണ് ഊട്ടുതിരുനാളായി ആഘോഷിച്ചത്. ഏപ്രിൽ 7 രാത്രി 10:30 യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പള്ളിയിലെത്തി. തുടർന്ന് 300-ൽ പരം കലാകാരന്മാർ അണിനിരുന്ന മെഗാ ബാൻഡ് മേളം നടന്നു. തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 7-ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഊട്ടുവെഞ്ചിരിപ്പുണ്ടായി. ഇടവക വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കാർമ്മികനായി. 10-ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് നടന്ന നേർച്ച ഊട്ടിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. ഇടവക വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് പാലയൂർ, CA മാഗി എന്നിവർ നേതൃത്വം നൽകി. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധരുടെ സംയുക്ത തിരുനാളിന്റെ ഭാഗമായി നടന്ന പ്രദക്ഷിണം ഭക്തി നിർഭരമായി. വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും 108ാമത് സംയുക്ത തിരുനാളാണ് ഊട്ടുതിരുനാളായി ആഘോഷിച്ചത്. സെന്റ് ജോർജിന്റെ കുതിരപ്പുറത്തുള്ള പ്രതീകാത്മകമായ എഴുന്നള്ളിപ്പ് പ്രദക്ഷിണത്തെ ആകർഷകമാക്കി. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ദീപം തെളിയിച്ചും ഫാൻസി വെടിക്കെട്ട് നടത്തിയും ഇടവകയിലെ കുടുംബങ്ങൾ പ്രദക്ഷിണത്തെ വരവേറ്റു. വിശുദ്ധ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും മുൻ വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനായി. ഇടവക വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് പാലയൂർ, CA മാഗി എന്നിവർ നേതൃത്വം നൽകി. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ. ആനകളുടെ പ്രധാന ആഹാരമായ പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വരുത്തിയ വീഴ്ചയാണ് 35 ആനകളുടെയും വയറൊട്ടാൻ കാരണമായിരിക്കുന്നത്. KV സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 10 ദിവസമായി ആനത്താവളത്തിൽ ആവശ്യത്തിന് പട്ട ലഭിക്കുന്നില്ലെന്നാണ് പരാതി. പട്ടയുടെ ലഭ്യത കുറഞ്ഞതോടെ സാധാരണ നിലയിൽ ആനകൾ ഭക്ഷിക്കാതെ ഉപേക്ഷിക്കാറുള്ള പട്ടയുടെ ഉണങ്ങിയ അവശിഷ്ടങ്ങൾ നൽകിയാണ് ആനകളുടെ വിശപ്പടക്കുന്നത്. ഇത് ആനകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് പാപ്പാന്മാർ. 10 ദിവസമായി തുടരുന്ന ദുരവസ്ഥയിൽ പാപ്പാന്മാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പനമ്പട്ടയ്ക്ക് പകരമായി ആനത്താവളത്തിൽ പുല്ലെത്തിച്ചിരുന്നു. എന്നാൽ പട്ടയേക്കാൾ ഉയർന്ന വില നൽകി വാങ്ങുന്ന പുല്ലും ആനകൾക്ക് ആശ്വാസമാകുന്നില്ല. ഇളം പുല്ലല്ലാത്തതിനാലും തണ്ടുകൾക്ക് അമിത കാഠിന്യമുള്ളതിനാലും പ്രായമായ ആനകൾക്ക് ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കുന്നില്ല. തറവാട്ടിലെ മുതിർന്ന ആനകൾ ഇതോടെ അവശതയിലായിരിക്കുകയാണ്. പനമ്പട്ട എത്തിക്കാൻ കരാറെടുത്ത വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബോധപൂർവമായ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആനകളുടെ പട്ടിണി മാറ്റാൻ അടിയന്തരമായി പട്ട എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആനത്താവളം അധികൃതർ ദേവസ്വത്തിന് റിപ്പോർട്ട് നൽകി. കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയും മിണ്ടാപ്രാണികളെ പട്ടിണിക്കിടുകയും ചെയ്ത കരാറുകാരനെ എത്രയും വേഗം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ആനകളുടെ സംരക്ഷണത്തിൽ ദേവസ്വം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഭക്തരും ആനപ്രേമികളും ആവശ്യപ്പെടുന്നുണ്ട്. മറ്റ് നിത്യസഹായ മാതാവിന്റെ 88ാമത് തിരുനാളിന്റെ ഭാഗമായി ഹേമന്തം ഫ്രെയിംസിന്റെ ബാനറിൽ ഒരുക്കിയ ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു. തിരുനാൾ പ്രചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം തിരുനാൾ ജനറൽ കൺവീനർ K. സെബി തോമസ് നിർവഹിച്ചു. ഇന്ത്യയ്ക്കായി 2020 ലോകകപ്പ് നേടിക്കൊടുത്ത മലയാളി താരം സഞ്ജു സാംസന് ആദരം അർപ്പിച്ചുകൊണ്ടാണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ജിമ്മി ജോസഫ്, EF സണ്ണി എന്നിവരാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫെബിൻ ജോസഫ്, റോജിൻ ടോമി, റെബിൻ ടോമി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആശീർവാദ്, ആൽബിൻ, റിറ്റോ, റിജോ, റിൻഡോ, ഷാജൻ, ദേവസി, ടോമി എന്നിവർ പ്രകാശന ചടങ്ങിന് നേതൃത്വം നൽകി. ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. എനിക്കറിയില്ല, നമുക്ക് മാഷിനോട് അല്ല മാഷേ, എന്താ ഞങ്ങളുടെ പേര് വിളിക്കാണ്ട് നമ്പർ വിളിക്കണത് 18-19? ഈ 18-19 നമ്മുടെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയോ? അറിയാം. 19 പറഞ്ഞ മെസ്സിയുടെ പണ്ടത്തെ ജേഴ്സി നമ്പറാണ്. 18 പറഞ്ഞ വിരാട് കോഹ്ലിയുടെ നമ്പറും. അത് മാത്രല്ലടാ, ഇത്തവണ മറ്റേ നിത്യസഹായ മാതാന്റെ പെരുന്നാൾ എന്നാ?
ഈ 18, 19 തീയതികളിലല്ലേ? അതെ. അത് മറക്കാണ്ടിരിക്കാനാ നിങ്ങളെ എപ്പോഴും 18, 19, 18, 19 വിളിച്ചോണ്ടിരിക്കണേ. മനസ്സിലായ? അല്ല മാഷെ, അപ്പൊ നമുക്ക് ഈ പെരുന്നാൾ കളറാക്കണ്ടേ? പിന്നെ എന്തൊക്കെ പരിപാടികളെന്ന് അറിയോ നിങ്ങക്ക്? എന്തൊക്കെയുള്ളത്? കാർണിവല്ലേ, യൂത്ത് മീറ്റ്, സെലിബ്രിറ്റി ഫ്യൂഷൻ, സെലിബ്രിറ്റി ഗാനമേള, നാടകം, തേര് മത്സരം, വർണ്ണമഴ, പിന്നെ ബെയിൻ സെറ്റ്, ഇതൊക്കെ അടിച്ചു പൊളിച്ച് ഇത്തവണ നമ്മൾ പട്ടാമ്പി കൊപ്പം രായരനെല്ലൂർ ക്ഷേത്രത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒരു ദിവസം പ്രായമുള്ള ആൺകുട്ടിയെയാണ് കണ്ടെത്തിയത്. കൊപ്പം രായനെല്ലൂർ മലയ്ക്ക് താഴ്വാരത്തെ രായനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ മതിലിനകത്താണ് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്ര ഗേറ്റ് തുറന്നാണ് കുട്ടിയെ അകത്ത് കടത്തിയിരിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് ക്ഷേത്ര പ്രദക്ഷിണ വഴിയിലൂടെ നടക്കാനെത്തിയ പാണപ്പറമ്പിൽ അയ്യപ്പനാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ട് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കൊപ്പം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് നേഴ്സിന്റെയും ആംബുലൻസിന്റെയും സഹകരണത്തോടെ സ്ഥലത്തെത്തി കുട്ടിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ആൺകുട്ടിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി ആരോഗ്യവാനാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സമീപ പ്രദേശത്തെല്ലാം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കുട്ടിയെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നോ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണെന്നോ വ്യക്തമായിട്ടില്ല. നവജാത ശിശുവിനെ കണ്ട ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ഷേത്ര ഭാരവാഹിയുമായ ബാലചന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഇവിടെ ഇവിടെ ഈ മോർണിംഗ് വാക്ക് നടക്കുന്ന പാണപ്പറമ്പിലെ മുത്തു, അയ്യപ്പൻ എന്ന മുത്തു, അവൻ ഇതിവിടെ ഇതിന് വാക്കിംഗ് നടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നമാതിരി ഒരു കുട്ടിയുണ്ട് അവിടെ അമ്പലത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ ഉറക്കത്തിലായിരുന്നു. ഞാൻ ഇന്ന് സാധാരണ ഞാനും നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ വന്നില്ല. അപ്പോൾ എവിടെ, ഏത് കുട്ടിയാണ്, എത്ര വയസ്സായ കുട്ടി, എന്താണ്? അപ്പം ഞാൻ വിചാരിച്ചു പല കുട്ടികളും അവിടെ എവിടെയും കാണാതെ അവരെ കണ്ടു, അങ്ങനെ എന്തെങ്കിലും ആവുന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞല്ല, ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിക്ക് എത്രയെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പം ഞാൻ അവിടെ നിങ്ങൾ പോയി നോക്കി, അവിടെ നിന്ന് ആ കുട്ടി, നിങ്ങൾ വരുമ്പോഴേക്ക് കുട്ടി ഇവിടുന്ന് പോവുകയും ചെയ്തു. നമ്മൾ പോലീസിൽ വിവരം അറിഞ്ഞ ശേഷം കുട്ടീനെ കണ്ടില്ലേ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ മടങ്ങി പോകുന്നില്ല. ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നിട്ട് ഞാൻ വിളിച്ചു പറയാൻ നടന്നു. പിന്നെ ആ കുട്ടിയുടെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു ദിവസത്തെ പ്രസവിച്ചിട്ടായിട്ടുള്ളൂ ഉള്ളത്. ഞാനും നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ പിന്നെ അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് വന്നു. ആംബുലൻസ് ആയിട്ട് വന്നു, വനിതാ പോലീസ് എല്ലാം ഉണ്ടായിരുന്നു. അവർ ഇവിടെ വന്നിട്ട് കുട്ടീനെ കൊണ്ടുപോയി. നേരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയി. അവിടെ നിന്നുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ആൺകുട്ടിയാണ് കുട്ടി. 1 കിലോ 800 ഗ്രാം കുട്ടിയുടെ വെയിറ്റ് ഉണ്ട്. കുട്ടി അത്യാവശ്യം ആരോഗ്യവാനായിട്ടാണ് കാണുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല. വന്ന സമയത്ത് കുട്ടിയുടെ മുഖത്തൊരു മുണ്ടുണ്ടായിരുന്നു. ആ കുട്ടിയായത് ആ ശ്വാസം മുട്ടന്മാർ തോന്നിയപ്പോൾ ഞാനൊന്നെയാണ് ആ മുഖത്തുനിന്ന് മുണ്ട് മാറ്റി. അപ്പോൾ പിന്നെ കുട്ടി കുറച്ച് ഉഷാറൊക്കെ ആയി. പിന്നെ അപ്പോൾ കുറച്ച് നേരം കടന്നതിൻ്റെയും ഒരു ചടപ്പുണ്ടാവും, വല്ലാതെ കറിയൊന്നും ചെയ്തതിന്. പിന്നെ ആശുപത്രി പോയതിന് ശേഷം വളരെ. കൂറ്റനാട് മല റോഡ് സെന്ററിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. മല റോഡ് സെന്ററിൽ കാറിന് പുറകിലേക്ക് ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തൃത്താല തലക്കശ്ശേരി സ്വദേശിക്കാണ് പരിക്ക്. ഇയാളെ ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുവായൂർ ചുൽപ്പുറത്ത് നിന്ന് അടയിരിക്കുന്ന 6 അടിയിലധികം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ കൂട്ടിയിടുന്നതിനടിയിൽ പാമ്പ് അടയിരുന്നത്. പറമ്പ് വൃത്തിയാക്കാൻ എത്തിയവർ വിവരമറിയിച്ചതനുസരിച്ച് വാർഡ് കൗൺസിലർ NT സച്ചിൻ എത്തി വനവകുപ്പുമായി ബന്ധപ്പെട്ടു. ഇവരുടെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, സഹായി ഷമീർ തൊഴിയൂർ എന്നിവരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. 16 മുട്ടകളാണ് ഉണ്ടായിരുന്നത്. പാമ്പിനെയും മുട്ടകളെയും എരുമപ്പെട്ടി വനവകുപ്പ് അധികൃതർക്ക് കൈമാറി. വാഹനത്തിന്റെ RC കാർഡിലെ പേര് മാറ്റുവാൻ വേണ്ടി RTO ഓഫീസിൽ അപേക്ഷ നൽകിയതിന് പിന്നാലെ ഫോണിലേക്ക് വന്ന വ്യാജ RTO സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്ത പുന്നൂർക്കുളം സ്വദേശിക്ക് നഷ്ടമായത് 85,000 രൂപയാണ്. ഈ മാസം 4-നാണ് ആൽത്തറ സ്വദേശി സൈബർ തട്ടിപ്പിന് ഇരയായത്. RTO ഓഫീസിൽ അപേക്ഷ നൽകിയ ശേഷം ബാക്കി വിവരങ്ങൾ ഫോണിലേക്ക് വരുമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതിനുശേഷമാണ് RTO എന്ന പേരുള്ള വ്യാജ വാട്സപ്പ് നമ്പറിൽ നിന്നും സന്ദേശം വരുന്നത്. ഈ സന്ദേശത്തിലെ ഫയൽ തുറന്നു നോക്കിയതോടെ ഫോണിൽ അദൃശ്യമായ ആപ്പ് ഇൻസ്റ്റാൾ ആവുകയും അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയുമായിരുന്നു. അതോടൊപ്പം ഇതേ ആപ്പിന്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയൽ ഫോണിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും സന്ദേശമായി പോവുകയും ചെയ്തു. സംഭവത്തിൽ സൈബർ പോലീസിലും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റു പലരും തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് വിവരം. RTOയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ച് പണം തട്ടുന്ന രീതി ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. ഔദ്യോഗിക സന്ദേശമാണെന്ന് കരുതിയാണ് പലരും തട്ടിപ്പിനിരയാകുന്നത്.
പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആപ്പുകളാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. ഫോണിലെ വിവരങ്ങൾ മോഷ്ടിക്കുക, ഉപകരണത്തിന് കേടുപാടുകൾ വരുത്തുക, അനധികൃതമായി നിയന്ത്രണം ഏറ്റെടുക്കുക തുടങ്ങിയവയാണ് മാലീഷ്യസ് ആപ്പുകൾ മുഖാന്തരം ചെയ്യുന്നത്. ഇത്തരം ആപ്പുകളാണ് വ്യാജ RTO സന്ദേശത്തിലൂടെ അയക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക സന്ദേശങ്ങളും അപേക്ഷകൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും വാട്സ്ആപ്പ് മുഖാന്തരം വരില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗതാഗത മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സംവിധാനമായ വാഹൻ പോർട്ടലിൽ ടെക്സ്റ്റ് മെസ്സേജായി മാത്രമാണ് സന്ദേശം വരിക. സംശയം വരുന്ന കാര്യങ്ങളിൽ ഓഫീസിൽ നേരിട്ട് അന്വേഷിക്കണം. നമ്പറുകളിൽ നിന്ന് വരുന്ന ലിങ്കുകളും ആപ്പ് ഫയലുകളും തുറക്കാതിരിക്കുക. ആപ്പ് വഴി പണം നഷ്ടപ്പെട്ടാൽ ഉടനടി സൈബർ സെല്ലിന്റെ 1930 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. തട്ടിപ്പിന്റെ വിശദ വിവരങ്ങൾ കൈമാറുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ ഇന്റർനെറ്റ് ബാങ്ക് വഴിയാണ് പണം തട്ടുന്നത്. അതിനാൽ പണം നഷ്ടപ്പെട്ട ഉടനെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടാൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. വൈകിയാൽ പല അക്കൗണ്ടുകളിലേക്ക് പണം മാറും. ഫോൺ ഫോർമാറ്റ് ചെയ്ത് വ്യാജ ആപ്പ് നീക്കം ചെയ്യുക. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജനം ജാഗ്രതയോടെ ഇരിക്കണമെന്ന് RTO കേന്ദ്രങ്ങൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ മുന്നോടിയായി ഗുരുവായൂരപ്പന് വെണ്ണ അവിൽ സമർപ്പണ ഘോഷയാത്ര വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ ഘോഷയാത്ര പുറപ്പെടും. 10 മുതൽ 19 വരെയാണ് ബലരാമ ജയന്തി ആഘോഷം. 10 രാവിലെ ചൊവ്വല്ലൂർ സുനിലിന്റെ മേളത്തോടെ കാഴ്ചശീവേലി, വൈകിട്ട് 300-ലേറെ പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരക്കളി അരങ്ങേറും. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തും. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും. രാത്രി 7-ന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന സുഭദ്രാഹരണം കഥകളിയുമുണ്ടാകും. ദിവസവും കാഴ്ചശീവേലി, ചുറ്റുവിളക്ക്, കലാപരിപാടികൾ, തായമ്പക, വൈകിട്ട് കഞ്ഞിയും പുഴുക്കും എന്നിവയുണ്ടാകും. 19-നാണ് ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. വിശേഷാൽ പിറന്നാൾ സദ്യ, ആൽത്തറമേളം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ്, ദേവസഹോദര സംഗമം എന്നിവയുമുണ്ടാകും. പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത്, ബാബു വീട്ടിലയിൽ, SV ഷാജി, KS മോഹനൻ, താരാദാസ്, മിനി തൈവളപ്പിൽ, ജോത്സ്യന A. മേനോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ടോടെ ക്ഷേത്രോത്സവത്തിന് സമാപനമായി. മാർച്ച് 25 മുതൽ ഏപ്രിൽ 8 വരെയുള്ള ദിവസങ്ങളിലായി ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം നടന്നത്. മാർച്ച് 25-ന് സാംസ്കാരിക സമ്മേളനത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. ഉത്സവത്തിന്റെ 8ാം ദിവസമായ ഏപ്രിൽ 1-ാം തീയതിയാണ് ഉത്സവാഘോഷത്തിന് കൊടിയേറിയത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പഴയടം നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികരായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഉത്സവത്തിന്റെ 14-ാം ദിവസമായ ചൊവ്വാഴ്ച നടന്നു. രാത്രി 8-ന് ഗ്രാമബലിയും 10 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പിന് തുടക്കമായി. പുലർച്ചെ 1 മണിയോടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പും പള്ളിക്കുറുപ്പ് ചടങ്ങുകളും ഉണ്ടായി. ഉത്സവത്തിന്റെ 15-ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 6-ന് പള്ളി ഉണർത്തൽ, തുടർന്ന് വിശേഷാൽ അഷ്ടപതി, രാവിലെ 10-ന് ആറാട്ടുബലി എന്നിവയും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിച്ചു. വൈകിട്ട് 7-ന് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 60ഓളം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിക്കുന്ന ഭഗവതി നാവോറുപാട്ടിനു ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് രാത്രി 9:30-ന് കൊടിയിറക്കവും നടന്നു. ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് റനീഷ് രാഗേഷ്, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ വിശാഖ് രവി, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി C. നാരായണൻ തുടങ്ങിയവർ ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാളിന്റെ ഒരുക്കമായുള്ള തിങ്കളാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് മുൻ ഇടവകാംഗം ഫാദർ ജെയ്സൺ മാറോക്കി കാർമ്മികത്വം വഹിച്ചു. പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ജെയ്സന് ഇടവകയുടെ ആദരവ് നൽകി. തിരുനാൾ കമ്മിറ്റിക്ക് വേണ്ടി ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ മൊമന്റോ സമ്മാനിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തോമാസ് ലിഹയോടുള്ള നോവേന ഉണ്ടായിരുന്നു. ഇടവകയിലെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. വയലാർ അവാർഡ് ജേതാവ് TD രാമകൃഷ്ണൻ പങ്കെടുക്കുന്ന പുസ്തക ചർച്ച ഞായറാഴ്ച കുഞ്ഞിറക്കുളം കമല സുരയ്യ സമുച്ചയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ മലയാളി എഴുത്തുകാരനും സമിതിയുടെ സ്ഥാപക പ്രസിഡന്റുമായ അബ്ദുൾ പുന്നയൂർക്കുളത്തിന്റെ പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ എന്ന നോവലിനെക്കുറിച്ച് നടത്തുന്ന പുസ്തക ചർച്ചയിലാണ് പ്രമുഖ സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ സംബന്ധിക്കുന്നത്.
ഞായറാഴ്ച രാവിലെ 10:30 കമല സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിലാണ് പുസ്തക ചർച്ചയ്ക്ക് വേദിയൊരുക്കുക. ജീവിതാനുഭവങ്ങളിൽ പ്രകടമാകുന്ന സങ്കീർണ മാനസിക ഭാവങ്ങളെ ഈ നോവലിൽ വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്ന അബ്ദുൾ പുന്നയൂർകുളത്തിൻ്റെ 7ാമത്തെ പുസ്തകവും ആദ്യ നോവലുമാണ് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ. TD രാമകൃഷ്ണൻ അവതരണം നടത്തുന്ന പുസ്തക ചർച്ചയിൽ TM ഡെറി പോൾ മോഡറേറ്ററായി പങ്കെടുക്കും. കവി സെബാസ്റ്റ്യൻ, T മോഹൻ ബാബു, കുര്യൻ പാമ്പാടി, ഫൈസൽ ബാവ, ഹക്കീം വെളിയത്ത്, ശ്രുതി ടീച്ചർ, ഷാജൻ വാഴപ്പുള്ളി, അബ്ദുൾ പുന്നയൂർകുളം തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ജനുവരി 25-നാണ് MN കാരശ്ശേരിയിൽ നിന്ന് ഡോക്ടർ ഖദീജ മുംതാസ് പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചത്. HNC ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പുന്നയൂർകുളത്തു നടത്തിയ വാർത്താസമ്മേളനത്തിൽ സാഹിത്യസമിതി പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ, ജനറൽ കൺവീനർ KB സുകുമാരൻ, സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി, ഷാജൻ വാഴപ്പുള്ളി, അബ്ദുൾ പുന്നയൂർകുളം തുടങ്ങിയവർ പങ്കെടുത്തു. CPI ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കുഴഞ്ഞു വീണു മരിച്ചു. വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും കിസാൻ സഭ വടക്കേക്കാട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റുമായ 66 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. വട്ടമ്പാടം സെന്ററിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സിന്ധു ഭാര്യയും അഖിൽ, അശ്വതി എന്നിവർ മക്കളുമാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടന്നു. ചമ്മന്നൂർ മാഞ്ചരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രസാദ ഊട്ടിന്റെ കലവറ നിറയ്ക്കൽ സമർപ്പിക്കൽ ചടങ്ങ് ആരംഭിച്ചു. ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് വേലമഹോത്സവം. ഇതിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ടും ഉണ്ടാകും. ഭക്തജനങ്ങളിൽ നിന്ന് അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ ശേഖരിച്ച് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പ്രസാദ ഊട്ട് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്തർ സമർപ്പിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ അന്നദാന മണ്ഡപത്തിൽ സമർപ്പിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടിയും മറ്റ് ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകും. നവമാധ്യമ കാഴ്ച. എത്ര കണ്ടാലും മതിവരാത്ത ഭംഗിയാണ് ആനക്കാഴ്ച. കാട്ടിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന കരിവീരന്മാർ ഹാപ്പിയാണ്. ദൃശ്യത്തിലേക്ക്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,100 രൂപ. സ്വർണം പവന് 1,12,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചർമ്മം അബുദാബി മലയാളി സമാജം പ്രസിഡന്റും കുന്നംകുളം NRI ഫോറത്തിന്റെയും രക്ഷാധികാരിയുമായ സലീം ചിറക്കലിന്റെ മാതാവും പരേതനായ താഴത്തേൽ മൂസക്കുട്ടിയുടെ ഭാര്യയുമായ ഇമ്പിച്ച എന്ന നബീസ നിര്യാതയായി. 83 വയസ്സായിരുന്നു. കബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമ, ലൈല, പരേതനായ അഷ്റഫ്, സലീം, ഷാജി, ഷമീറ എന്നിവരാണ് മറ്റു മക്കൾ. ചൊവ്വന്നൂർ ഞാറേക്കാട്ട് വീട്ടിൽ രാധാകൃഷ്ണൻ നായർ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. ശാന്ത ഭാര്യയും രഘു, രശ്മി, രമ്യ എന്നിവർ മക്കളുമാണ്. കരിക്കാട് കുറ്റിയിൽ പരേതനായ ഹമീദ് മകൻ അമീർ നിര്യാതനായി. 40 വയസ്സായിരുന്നു. കബറടക്കം ഇന്ന് രാത്രി 10 മണിക്ക് കോട്ടോൽ ജുമാത്ത് മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ആമനക്കുട്ടി മാതാവും അനീർ, ഷാജിദ, സൽന എന്നിവർ സഹോദരങ്ങളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കൊട്ടിക്കയറിയ ആവേശ പ്രചരണങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് നിന്ന് നിശബ്ദ പ്രചരണം. വിട്ടുപോയ വോട്ടർമാരെയും മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട പാച്ചിലിൽ സജീവമായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 8 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സാമഗ്രികൾ വിതരണം ചെയ്തു. വോട്ടെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അക്രമ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്തുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്.
140 കമ്പനി കേന്ദ്ര സേനാംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും സുരക്ഷയ്ക്ക് രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണ കലാശക്കൊട്ടിനിടെ പട്ടാമ്പിയിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. LDF UDF പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇരുമുന്നണിയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. CCTV സ്പെഷ്യൽ സ്റ്റോറി. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴൽ. ആനകളുടെ പ്രധാന ആഹാരമായ പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വരുത്തിയ വീഴ്ചയാണ് 35 ആനകളുടെയും വയറൊട്ടാൻ കാരണമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.